അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് അത്ഭുതകരമായ വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല മേഖലകളിൽ. അതൊക്കെ നമ്മൾ ഓരോ ദിവസത്തിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂടി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ സൂക്ഷിച്ചു പോന്നിരുന്ന, ശ്രദ്ധിച്ചു പോന്നിരുന്ന ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ, അതിനെ ശക്തിപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ അതിൽ നിലനിർത്തുന്നതിൽ, മറ്റേ രണ്ടും നമ്മൾ മാറ്റിവെച്ച് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങളെ നിലനിർത്തുന്നതിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം നാം വിജയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഉപ്പയുടെ കുടുംബങ്ങൾ, ഉപ്പായുടെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരന്മാരും സഹോദരിമാരും, അവരുടെ മക്കൾ, ഈ ഒരു ബന്ധങ്ങൾ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിലും പോകണം തന്നെയാണ് ദീന് പഠിപ്പിക്കുന്നത്. ഇത് നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ബന്ധങ്ങളല്ലേ. ഈ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് പുരോഗതിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു അപജയം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണമെന്നുള്ളതാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. സൂറത്തു റാഇദിൻ്റെ ഒരു സന്ദേശം, അള്ളാഹുവിൻ്റെ കരാറുകളെ പൂർത്തീകരിക്കുന്നവരാണ് നല്ലവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അവർ വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കുന്നവരാണ് നല്ലവർ. അവർക്കൊരുപാട് അനുഗ്രഹങ്ങളെ പിന്നീട് ആയത്ത് പാരായണം ചെയ്ത് അതിൻ്റെ താഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ഒരുപാട് സ്വർഗീയമായ സന്തോഷങ്ങളും സുഖങ്ങളും അള്ളാഹു തആല ഒരുക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ആയത്ത് അള്ളാഹു തആല ശപിച്ച ആളുകളെ കുറിച്ചാണ്. അവരുടെ അടയാളവും പറഞ്ഞത് വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി എന്നാണ്. അള്ളാഹുവിൻ്റെ കരാറ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അതിന് എതിര് ചെയ്തവരും അത് പൊളിച്ചവരും, അവർ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചവർ, അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചവരാണവർ. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ശാപമുള്ളവരാണ്. എന്താണ് ഇതിൻ്റെ കാരണം? കുടുംബബന്ധം മുറിച്ചു എന്നുള്ളതാണ്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീൻ വളരെ പ്രാധാന്യത്തോടെ പറയുന്നതാണ്. കാരണം അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളെ പടക്കുന്ന ആ അവസരത്തിൽ അവിടെ വെച്ചുകൊണ്ട് കുടുംബബന്ധം എഴുന്നേറ്റുന്നുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്നെ മുറിക്കുന്നവരെ തൊട്ട് കാവൽ
തേടുന്നൊരു സദസ്സാണിത്. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, അമാ തർലൈന അൻ അസില മൻ വസലക്കി, നിന്നെ ചേർത്തവരെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവരെ ഞാൻ മുറിക്കും, നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ. ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തും കൂടെ പറയുന്നുണ്ട്. ഇഖ്റഉ ഇൻ ശിഅ്തും അൻ തുഫ്സിദു ഫിൽ അർളി വതഖ്തഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു. കുടുംബബന്ധം മുറിച്ച ആളുകളെ അള്ളാഹു ശപിച്ചു, അവരെ ശപിക്കും എന്ന് അല്ലാഹു തആല പറയുന്നൊരായത്തും കൂടെ ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിഷയം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുടുംബബന്ധം മുറിച്ചാൽ അതിൻ്റെ തിക്തഫലം എന്താണ് എന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയലാ യദ്ഖുൽ ജന്നത ഖാതിർ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കുകയില്ല കേട്ടോ. മാത്രമല്ല സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാസന 1000 കൊല്ലത്തെ വൈദൂരം അപ്പുറത്തേക്ക് അടിച്ചു വീശും. ആ വാസന പോലും കുടുംബ ബന്ധം മുറിച്ചവന് ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം പറഞ്ഞു, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിറ, കുടുംബബന്ധം മുറിച്ചവൻ ഉള്ള ഒരു സദസ്സിൽ, ഒരു ജനതയിൽ അള്ളാഹിൻ്റെ കാരുണ്യം ഇറങ്ങുകയില്ല. കുടുംബബന്ധം ചേർത്ത ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓഫർ എന്താ? ദീർഘായുസ് കിട്ടും, ഭക്ഷണത്തിൽ വിശാലത കിട്ടും. ഭക്ഷണത്തിൽ വിശാലതയും ദീർഘായുസ്സും നിങ്ങൾക്ക് വേണോ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. അത്ര സുന്ദരമായ ഒരാശയം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് നമ്മളൊന്ന് നോക്കിയാൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമ, അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾ കുടുംബബന്ധം ചേർത്തോളണം. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലേതാ? അള്ളാഹിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, പിന്നെ കുടുംബബന്ധം ചേർക്കുക. പിന്നൊരു സമയം അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യതാ, അള്ളാഹ്ക്ക് കോപമുണ്ടാകുന്ന കാര്യതാ? അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്യുക. പിന്നെ ഏതാ? കുടുംബബന്ധം മുറിക്കുക. അതുകൊണ്ട് അത്രത്തോളം കുടുംബബന്ധം ചേർക്കുന്നതിന് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത പ്രാധാന്യം നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുതിയ കാലത്ത് ഒരുപാട് കുടുംബയോഗങ്ങളും സംഗമങ്ങളൊക്കെ നടക്കുന്ന കാലം, അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ആകണം. കുടുംബബന്ധം ചേർക്കുക, കുടുംബബന്ധം തിരിച്ചറിയുക എന്നുള്ള രീതിയിൽ തന്നെ ആകണം. കുടുംബക്കാരിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കൽ പോലും പുണ്യാണല്ലോ, വലിയ പ്രതിഫലമുണ്ട്. സ്വതക്ക ചെയ്ത കൂലിയും കിട്ടും, അവർ കുടുംബബന്ധം ചേർത്ത കൂലിയും കിട്ടും. അത് അവർ അയൽപക്കക്കാരാണെങ്കിൽ അയൽപക്ക ബന്ധം ശ്രദ്ധിച്ച കൂലിയും കിട്ടും. 3 തരത്തിലുള്ള കൂലിയാണ് കിട്ടുന്നത്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരടുക്കൽ പോയി സന്ദർശിക്കുക, അവരെ രോഗങ്ങൾ, അവർ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പോകാൻ പറ്റുന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിലെങ്കിലും നമ്മൾ വിളിച്ച് അന്വേഷിക്കുക. അതിനൊരു പ്രയാസമല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സലാം പറഞ്ഞയക്കുക പണ്ടത്തെ ആളുകളുടെ രീതിയാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, നമ്മൾ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇങ്ങനെയുള്ള അറിവുകൾ, ഉപകാരപ്പെടുന്ന അറിവുകളാണിതൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഷെയർ ചെയ്യുകയും ഇതിനെ ഫോളോ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.